ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്കൊടുവിൽ പഠിച്ചവൻ കൊടുത്തൊരു പൊന്നുമണിയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇനി നമ്മുടെ ന്യൂ ബേബി ആരാണ് എന്ന് പറയാം. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനാണ് ഈ ഒരു ബേബി ഉണ്ടായിട്ടുള്ളത്. ബേബി ഗേൾ ആണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് പഠിച്ചവൻ അവർക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് അങ്ങ് അനുഗ്രഹിച്ചത്. അതായത് നമ്മുടെ കല്യാണവും അവരുടെ കല്യാണവും ഏകദേശം ഒപ്പമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആഫ്റ്റർ 10 years അവർക്ക് ഇതാ ബേബിനൊക്കെ കൊടുത്ത് പഠിച്ചവൻ അങ്ങോട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ, അതുപോലെ അവരുടെ സമയം ഇപ്പോഴാണ് തെളിഞ്ഞത് കേട്ടോ. എന്തായാലും നമ്മളിതാ നമ്മുടെ ആ ഒരു ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ തനിച്ചല്ല പോണത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്ലോസ് ഫ്രണ്ടും വൈഫൊക്കെ ഉണ്ട് കൂടെ. അപ്പം നമ്മൾ 2 ഫാമിലി ഒന്നിച്ചാണ് പോണത്. ചുമ്മാ അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ കുഞ്ഞു മണിനെ കാണാൻ പോകുമ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പം നമ്മൾ പോണ വഴിക്കിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് ആൾക്കുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഒരു കുഞ്ഞു കുറുമ്പത്തി അവിടെ കാട്ടിക്കൂട്ടണത് എന്താന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പ്രൈസ് ടാഗ് ഉണ്ടല്ലോ, അതാണ് ആൾക്ക് ആവശ്യം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ കിടന്നിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടണത്. കളിയും ചിരിയൊക്കെ ആയിട്ട് ഐബുട്ടനും ആളുടെ കൂടെ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. നമ്മുടെ ഈ മക്കളൊന്നും ഇല്ലാത്ത ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, അതൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കും അവരൊക്കെ എങ്ങനെ ഈ ഒരു 10 years കഴിച്ചു കൂട്ടി എന്നുള്ളത്. വേറൊരു ഓപ്ഷനും ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ പിന്നെ ഇത് കഴിച്ചു കൂട്ടല്ലാണ്ട് എന്താ ചെയ്യുക? കാരണം ഇതൊന്നും പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു വാങ്ങാൻ പറ്റിയിട്ടുള്ള സംഗതിയല്ലല്ലോ. ആളെപ്പോഴാണോ നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ഇരു കൈയും നീട്ടി അങ്ങോട്ട് സ്വീകരിക്കാന്നല്ലാണ്ട് മക്കളില്ലാത്തവർക്കൊക്കെ പഠിച്ചോ മക്കളെ കൊടുത്ത് അങ്ങോട്ട് അനുഗ്രഹിക്കട്ടെ അല്ലേ. അപ്പം നമ്മളിതാ ഇവിടെ മലപ്പുറം ക്വീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് എത്തിയിട്ടുള്ളത്. അവിടെയാണ് ആൾ ഡെലിവറി കഴിഞ്ഞതാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നുണ്ട്. പാവം CS ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റേതായിട്ടുള്ള ക്ഷീണമൊക്കെ ആൾക്ക് കാണാനുണ്ട്. ആ കാണുന്ന കുഞ്ഞു പൈതലിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എന്ത് CS, എന്ത് തളർച്ച അല്ലേ. കുട്ടികളായില്ലേ എന്നും പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ കുത്തുവാക്കുകൾ ഉണ്ടല്ലോ, അതൊന്നും ഇനി അവർക്ക് കേൾക്കണ്ടല്ലോ. എന്തായാലും പഠിച്ചവന് നമ്മുടെ ബേബിക്കും അവർക്കും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യമൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ലൈഫ് അങ്ങോട്ട് ആക്കി മാറ്റട്ടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ട്. പോരണ വൈക്കലിതാ ഒരു ചായക്കടയിലോട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ മെനു കാർഡ് ഉണ്ടല്ലോ വൻ കോമഡി ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ചിരിക്കാനും ചിന്തിക്കാനൊക്കെ ഉണ്ടെന്ന് പറയില്ലേ, അതുപോലെയാണ്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുറച്ച് വേർഡ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ചായ മാത്രമല്ല കേട്ടോ, ജ്യൂസും ഇഷ്ടം പോലെ സ്നാക്സൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അറിയുന്നവരായിട്ടും അറിയാത്തവരായിട്ടും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ജ്യൂസും മോമോസൊക്കെ ആയിരുന്നു കഴിച്ചതിൻ്റെത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ നേരെ ഡിന്നറിൻ്റെ പരിപാടിയിലോട്ട് അങ്ങോട്ട് കടന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് എന്നോ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്തായാലും ഒരു 1 or 2 week എങ്ങാണ്ട് പഴക്കം വരും എന്തായാലും. അപ്പോൾ എനിക്ക് ലഞ്ചിന് എന്തായിരുന്നു കറക്റ്റ് ഓർമ്മയില്ല. ഇത് നമ്മൾ ഡിന്നറാണ് ഇപ്പോൾ സെറ്റ് ചെയ്യണത്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ ആയിരിക്കും ഞാൻ. അതുകൊണ്ടാണല്ലോ ഡിന്നർ വേറെ എക്സ്ട്രാ ഉണ്ടാക്കേണ്ടി വന്നത്. ഇതിപ്പോൾ വന്നിട്ട് നമ്മൾ എഗ്ഗും അതേപോലെ തന്നെ സോയാബീന് പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കിടിലൻ ബിരിയാണിയാണ്. അതായത് ഒരു തട്ടിക്കൂട്ട് റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി അങ്ങോട്ട് അഹങ്കാരമായി പോകും. ഐബുട്ടനുള്ള ഫുഡൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നിഷുവിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡും ഐബുട്ടനെയും കൂടെ കൂടിയിട്ട്. അതായത് ഫുഡ് കൊടുക്കലൊക്കെ ആൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തോളെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കും ഉണ്ടല്ലോ 9 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ കൺമണിയാണ് നമ്മുടെ ഐബുട്ടന്. അപ്പോൾ നിഷുവിൻ്റെ സന്തോഷവും നമ്മുടെ സന്തോഷം ഒന്നും പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ഈ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയിലോട്ട് അങ്ങോട്ട് വരാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ആയി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആകാണ്ട്, അത്ര വലിയ വേവൊന്നുള്ള അരിയൊന്നുമല്ല. അതുകൊണ്ട് ഒരു 2-3 വിസിലിനകം തന്നെ അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായി കിടക്കണ ഈ ഓയിലിൽ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള, അതായത് മസാലയൊക്കെ പുരട്ടിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോ, സോയാബീൻ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം.
ഇതവിടെ കിടന്നാവണ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബിരിയാണി പോട്ടൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല റെഡിയാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. സോ നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് അതിലോട്ട് നമ്മുടെ വലിയുള്ളിയും തക്കാളിയും അങ്ങനെ നമ്മൾ ബിരിയാണിയിലോട്ട് എന്തെല്ലാം മസാലയാണോ ആഡ് ചെയ്യൽ അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. വഴറ്റണ കാര്യത്തിൽ ആത്മാർത്ഥത കൂടുമ്പോഴേക്ക് ഇവിടെ നമ്മുടെ പൊട്ടാറ്റോ കരിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയ സ്ഥിതിക്ക് അങ്ങോട്ട് കോരിയെടുക്കണുണ്ട്. എന്നിട്ട് നമ്മൾ സോയാബീൻ ഉണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കെ നമ്മൾ നമ്മുടെ ബിരിയാണിയിലോട്ട് എന്തെല്ലാം മസാലയാണോ സെറ്റ് ചെയ്ത് കൊടുക്കാറ് അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് നമ്മുടെ വലിയുള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ മസാല പൗഡറുകളും എല്ലാം ആഡ് ചെയ്ത്, അതായത് അത് മാത്രമല്ല നമ്മുടെ തൈരൊക്കെ വേണമല്ലോ, ചപ്പ് പുതിന അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു കിടിലൻ മസാല തന്നെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ സോയാബീന് അതും കൂടി അങ്ങോട്ട് ഐശ്വര്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ 2 എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ പുഴുങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണുണ്ട്. മസാലയ്ക്ക് അതിൻ്റെ അകത്ത് അങ്ങോട്ട് കയറി നന്നായിട്ട് അങ്ങോട്ട് പിടിക്കട്ടെ. പുഴുങ്ങിയ മുട്ടയൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ, എനിക്കത് കാണുന്നതേ ഇഷ്ടമല്ല, അതിൻ്റെ സ്മെല്ല് പോലും ഇഷ്ടമല്ല. ഇതൊക്കെ പിന്നെ നമുക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 2 എഗ്ഗ് പുഴുങ്ങി അതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുള്ളത്. സെറ്റാക്കി വെച്ച മസാലയിലോട്ട് റൈസും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് അലങ്കോല പണികൾ കൂടെ ബാക്കിയുണ്ട്. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, എനിക്ക് പിന്നെ ഇങ്ങനെ അലങ്കോലപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് തട്ടിക്കൂട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എനിവേ ചിക്കനും മട്ടനും ഒന്നും ഇല്ലാത്ത നമ്മുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിക്കോ, സംഭവം സെറ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ബിരിയാണി കഴിക്കണ ആ ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു മസാല കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു എത്രത്തോളം ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ വിളമ്പി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഐബുട്ടന് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് അതിലുള്ള ആ ഒരു ഗ്രീൻ പീസും പിന്നെ എഗ് വൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അവന് ഓൾറെഡി നമ്മൾ കുറുക്ക് കൊടുത്തതാണ്, എന്നാലും ഇരിക്കട്ടെ ഇതും കൂടെ അങ്ങോട്ട് കഴിച്ചോട്ടെ പാവെന്ന് വിചാരിച്ച്. സ്മെല്ലും പിടിച്ച് ഇത്രയും നേരം ഇരുന്നതല്ലേ, അതിനെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മുതലാവണ്ടേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇൻഷാല്ലാ ഇതുപോലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.